അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബാഹിസ് റിവ്യൂ റൂമിലേക്ക് സ്വാഗതം. ഞാൻ മുഹമ്മദ് ലബീബ് ചേലേമ്പ്ര. ഈ അടുത്ത് ഞാനൊരു പുസ്തകം വായിക്കാനിടയായി. ആ പുസ്തകത്തിൽ ഉപയോഗിച്ച എഴുത്ത് രീതി കൊണ്ടും അതിലുപയോഗിച്ച ഭാഷാ ശൈലികൾ കൊണ്ടും ഏറെ എടുത്തു പറയേണ്ടത് ആ പുസ്തകത്തിൽ പരാമർശിച്ച മഹത് വ്യക്തിത്വം കൊണ്ടും വളരെയധികം മനോഹരമായ ഒരു പുസ്തകം. അഹ്മദ് കുട്ടി ശിവപുരം എന്ന എഴുത്തുകാരൻ എഴുതിയ ഒരു ചരിത്ര പുസ്തകം, ബിലാലിൻ്റെ ഓർമ്മകൾ. അതെ, ഈ പുസ്തകത്തിലൂടെ അഹ്മദ് കുട്ടി ശിവപുരം എന്ന എഴുത്തുകാരൻ വായനക്കാരോട് പറയാൻ ഉദ്ദേശിക്കുന്നത് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന കറുത്ത തൊലിയും ചപ്രച്ച മുടിയും ഉരുക്കിൻ്റെ മനസ്സുമുള്ള ആ എത്തിയോപ്പ് വംശജൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നാമെല്ലാം കേട്ടതുപോലെ തന്നെ അവിടുന്ന് ധാരാളമധികം കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു അടിമയായിരുന്നു. അബിസീനിയയിൽ നിന്ന് വന്ന റബാഹിൻ്റെ മകനാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. റബാഹ് എന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് മക്കയിലേക്ക് കച്ചവടത്തിന് വന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു മക്കയിലെത്തുന്നത്. ഈ പുസ്തകത്തിൽ പ്രധാനമായും അഹ്മദ് കുട്ടി ശിവപുരം എന്ന എഴുത്തുകാരൻ പരാമർശിക്കുന്നത് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ അടങ്ങാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസവും അതിരിട്ട സ്നേഹവും കാരണം ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യത്ത് എന്ന മക്കയിലെ പ്രചാരത്തിലുണ്ടായിരുന്ന ഏറ്റവും ക്രൂരനായ ഉടമയിൽ നിന്ന് അല്ലാഹു തആലയുടെ ഇസ്ലാം എന്ന മതത്തിൽ ഏറ്റവും കൂടുതൽ വന്ദിക്കപ്പെടുന്ന കഅബാലയത്തിൻ്റെ മുകളിൽ കയറി ബാങ്ക് വിളിക്കാനുള്ള ഒരു സ്ഥാനത്തിലേക്ക് എത്തിച്ചേർന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതമാണ്. പ്രധാനമായും ഈ പുസ്തകത്തിലെ എഴുത്ത് രീതികൾ നാം എടുക്കുമ്പോൾ ഈ പുസ്തകം ഉടനീളം ബിലാൽ റളിയല്ലാഹു അൻഹു തൻ്റെ സ്വന്തം ജീവചരിത്രം മറ്റുള്ളവരോട് പറയുന്ന ഒരു രൂപത്തിലാണ് അഹ്മദ് കുട്ടി ശിവപുരം ഈ പുസ്തകത്തെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ പുസ്തകത്തിലെ ചരിത്രം തുടങ്ങുന്നത് തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു വായനക്കാരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. ഡമസ്കസിലിരുന്ന് ഈ വയസ്സുകാലത്ത് ഒക്കെയൊന്ന് ഓർത്തു നോക്കുകയാണ്. മദീനയിൽ പോയി തിരിച്ചു വന്നത് ഈ കഴിഞ്ഞ ദിവസമാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സ്വന്തം ജീവചരിത്രം മറ്റുള്ളവരോട് പറയുന്നത് പോലെ ആണ് അഹ്മദ് കുട്ടി ശിവപുരം ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതിന് ശേഷം ഉമയ്യത്ത് എന്ന ഖുറൈശി തലവനിൽ നിന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു അനുഭവിച്ച യാതനകൾ മുഴുവൻ നമ്മോട് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുന്നതിന് മുൻപ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെയൊരു പ്രവാചകൻ വരാനുണ്ട്, അടിമകളെ മോചിപ്പിക്കും, എല്ലാവർക്കും നീതി ഉറപ്പാക്കും എന്നെല്ലാം അറിഞ്ഞുകൊണ്ട് ബിലാൽ ബിൻ റവാഹ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എങ്ങനെയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെയൊരു പ്രവാചകൻ വരാനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അറിഞ്ഞത് എന്ന ഒരു സന്ദർഭം ഇതിലൂടെ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുൻപ്, അഥവാ ബിലാൽ റളിയല്ലാഹു അൻഹു അടിമയായിരിക്കെ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉറ്റ ചങ്ങാതിയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെയിരിക്കെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കലൊരു സ്വപ്നം കാണാനിടയായി. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
മക്കയിലേക്ക് ജനിക്കുമെന്നും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരോടും തുല്യത കാണിക്കുമെന്നും അടിമകളെ മോചിപ്പിക്കുമെന്നുമെല്ലാം ഉമർ റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുകയും അങ്ങനെ ഉറ്റ ചങ്ങാതിയായ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനോട് ഈ കാര്യങ്ങളെല്ലാം പങ്കുവെക്കുകയുമായിരുന്നു. അങ്ങനെയാണ് ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയത്. അന്ന് തൊട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു അടിമത്തത്തിൽ നിന്ന് മോചിതനാകുന്നത് സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അടിമകളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചതും ബിലാൽ റളിയല്ലാഹു അൻഹു തന്നെയായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ള വാർത്ത ഉമയ്യത്ത് അറിയുമ്പോൾ ഉമയ്യത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ധാരാളം ശിക്ഷിക്കുന്നുണ്ട്. ചാട്ടവാർ കൊണ്ട് എത്രയോ തവണ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അടിക്കുന്നുണ്ട്. എന്നിട്ടും ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസം കൈവിടുന്നില്ല. ഇതുപോലെയുള്ള നിരവധി ശിക്ഷകളും മറ്റു യാചനകളും ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടയായിട്ടുണ്ട്. ഇതെല്ലാം ബിലാൽ റളിയല്ലാഹു അൻഹു തൻ്റെ സ്വന്തം ജീവിതം വിളിച്ചോതുന്നത് പോലെ വായനക്കാരിലേക്ക് എത്തിക്കാൻ അഹ്മദ് കുട്ടി ശിവപുരം വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രധാനമായും ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടവും വിശ്വാസവുമാണ് ഈ പുസ്തകത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് ഡമസ്കസിലേക്ക് നാടുവിടുകയായിരുന്നു. എൻ്റെ ഹബീബില്ലാത്ത ഈ മദീനയിൽ എനിക്കിനി നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു ഡമസ്കസിലേക്ക് നാടുവിട്ടത്. ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതീക്ഷിച്ച് ജീവിച്ച അടിമക്കാലയളവും അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നത് വരെ ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിന്ന കാലയളവുമാണ് ഇതിലൂടെ പരാമർശിക്കുന്നത്. ഈ പുസ്തകം എല്ലാവരും വായിക്കണം. നാം അറിയാതെ പോയ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ പല യാചനകളും പല കഷ്ടതകളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവരും തീർച്ചയായും ഈ പുസ്തകമൊന്ന് വായിക്കേണ്ടത് തന്നെയാണ്. വായിച്ചത് കൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. നമുക്ക് ധാരാളം അറിവ് മാത്രമേ അതിൽ നിന്ന് ലഭിക്കുകയുള്ളൂ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.